കോഴിക്കോട് കോർപ്പറേഷനിലെ ഇടത് ഭരണസമിതിയുടെ മാഗസിൻ വിതരണത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നതായി ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. LDFന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഉത്തരവാദിത്തമെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ചട്ടലംഘനം നടന്നതായി എടുത്തു കാണിക്കുന്ന വിവരം? നീലിമ, അല്പം മുൻപാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ 45 വർഷമായി ഇടത് ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ഈ ഇടത് ഭരണസമിതിയിലെ അംഗങ്ങൾ അല്പം മുൻപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ അവർ പറഞ്ഞിരുന്നത് തിളക്കം മാഗസിൻ തങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്, അതിന്റെ വിതരണം ചെയ്ത കോപ്പികളെല്ലാം തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഇവിടെ നടന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തങ്ങൾ ഈ തിളക്കം മാഗസിൻ തയ്യാറാക്കിയിരുന്നു എന്നൊക്കെയായിരുന്നു കോർപ്പറേഷനിലെ അധികൃതർ മുസാഫിർ അഹമ്മദ് അടക്കം പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷം കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ടുള്ള സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ തിളക്കം മാഗസിൻ ഇടത് ഭരണസമിതി വീട് വീടാന്തരം കയറി വിതരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് കൂടി ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ നിമിഷം പോലും ഈ കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ ഈ തിളക്കം മാഗസിൻ ഈ ഇടത് ഭരണസമിതിയിലെ അംഗങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ NDA സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച അധ്യക്ഷയും ഒക്കെ ആയിട്ടുള്ള നവ്യ ഹരിദാസ് ഇതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് അടക്കം പരാതി നൽകിയിരുന്നു, ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ പോലും കോർപ്പറേഷൻ ഇത്തരത്തിലൊരു മാഗസിൻ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ കോർപ്പറേഷനെ സംബന്ധിച്ച് 23 ഇടങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭയത്തിൽ നിന്നാണ്, ഇത്തവണ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമെന്ന ഭയത്തിൽ നിന്നാണ് ഈ മാഗസിൻ വിതരണമടക്കം നടത്തിക്കൊണ്ട് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം CPMന്റെ ഇടത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് BJP അടക്കമുള്ള അവർ ആരോപിക്കുന്നത്. നീലിമ. ശരി അനഘ.